PSCക്ക് റാങ്കൊക്കെ വാങ്ങുന്നതിന് മുമ്പ് എനിക്കൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഫുൾ ഫോൺ അഡിക്ഷൻ. എപ്പോൾ നോക്കിയാലും ഫോൺ യൂസ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അതിൽ തന്നെ ഇൻസ്റ്റയും ഫേസ്ബുക്കും യൂട്യൂബും ഒക്കെ ഓവറായിട്ട് യൂസ് ചെയ്യുന്നത് ഒരു ശീലമായിരുന്നു. സ്റ്റുഡൻസിൽ 99% ആളുകളുടെയും പ്രശ്നം ഇതൊക്കെ തന്നെയായിരിക്കും അല്ലേ. ഫോണാണ് നമ്മുടെ 24 മണിക്കൂറിനുള്ളിലെ മുക്കാൽ സമയവും നശിപ്പിക്കുന്നത്. ഈ ഒരു മൊബൈൽ അഡിക്ഷനൊക്കെ മാറ്റി ഞാൻ എങ്ങനെയാണ് ടോപ്പ് റാങ്കൊക്കെ വാങ്ങിയത് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ആദ്യമൊക്കെ ഫോൺ ഒരു ടൈം പാസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്ത് തുടങ്ങിയതാണ്. അതായത് ഇപ്പോൾ റീൽസ് കാണുക, ഫേസ്ബുക്കിലെ പോസ്റ്റുകൾ കാണുക, കുറച്ച് സമയം ഒന്ന് പോയി കിട്ടുമല്ലോ എന്ന് കരുതി സ്റ്റാർട്ട് ചെയ്തതാണ്. പക്ഷേ അത് ഓരോ മിനിറ്റിലും ഫോൺ എടുത്ത് നോക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. അതായത് ഇപ്പോൾ ഒരു 10 മിനിറ്റ് ഫോൺ നോക്കി ഇനി കുറച്ച് നേരം മാറ്റി വെക്കാമെന്ന് പറഞ്ഞാൽ മാറ്റി വയ്ക്കും. വീണ്ടും ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും ഓട്ടോമാറ്റിക്കലി ഫോൺ കയ്യിലെടുക്കും. ആ രീതിയിലേക്ക് എത്തിയപ്പോഴാണ് അത് അഡിക്ഷനാണെന്ന് മനസ്സിലായത്. ഫോൺ എന്ന് പറയുന്നത് എപ്പോഴും ഒരു സ്ലോ പോയിസൺ പോലെയാണ്. നമ്മളറിയാതെ നമ്മളെ കൊന്നുകൊണ്ടിരിക്കുന്ന ഒരു ഉപകരണമാണ് ഫോൺ. വളരെ റെയറായിട്ടുള്ള ആൾക്കാർ മാത്രമേ ഫോൺ വളരെ കുറച്ച് സമയം യൂസ് ചെയ്യത്തുള്ളൂ. ഞാൻ കേട്ടിട്ടുണ്ട് മോഹൻലാലിനെ പോലെയുള്ള താരങ്ങളൊക്കെ വാട്സപ്പ് യൂസ് ചെയ്യാറില്ലെന്ന്. അവരുടെ മാനേജറും കാര്യങ്ങളൊക്കെ അവരൊക്കെ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഫോണിലൊന്നും വാട്സപ്പ് ഇല്ലയെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഉള്ളതാണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ വളരെ റെയറായിട്ടുള്ള ആൾക്കാർ മാത്രമാണ് ഫോൺ അധികം യൂസ് ചെയ്യാത്തത്. പക്ഷേ നമ്മളെപ്പോലുള്ള സാധാരണക്കാരാണ് ഇതിന് ഏറ്റവും കൂടുതൽ അഡിക്റ്റഡ് ആയിട്ടുള്ളത്. നമുക്ക് ആ രീതിയിലേക്ക് എത്താൻ കഴിയും ഉറപ്പായിട്ടും. എനിക്കിപ്പോൾ ഒരു ദിവസം ഫോൺ കയ്യിൽ തന്നില്ലെങ്കിലും പ്രശ്നമില്ല, ഫോൺ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ട്. അത് 24 അവേഴ്സും കയ്യിൽ, അതായത് ഉറങ്ങി വീഴുന്നിടം വരെ കയ്യിൽ ഫോൺ പിടിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അതിൽ നിന്നും ഒരു ദിവസം മുഴുവൻ ഫോൺ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല എന്നൊരു രീതിയിലേക്ക് എത്തുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അതിന് കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. നമ്മളുടെ പ്രശ്നമൊന്നും അല്ല ഫോൺ അഡിക്ഷൻ എന്ന് പറയുന്നത്, നമ്മുടെ മനസ്സിൻ്റെ പ്രശ്നമാണ്. പലപ്പോഴും സ്ട്രെസ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ടോ നമ്മളോട് ആരും സംസാരിക്കാനില്ലാത്തപ്പോൾ ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു എൻ്റർടൈൻമെൻറ്റ് എന്ന രീതിയിലേക്കായിരിക്കും നമ്മൾ ഫോണിനെ ഡിപ്പെൻഡ് ചെയ്ത് തുടങ്ങുന്നത്. നമ്മളിൽ പലരുടെയും കംഫർട്ട് സോൺ ആയിരിക്കും ഈ ഒരു ഫോൺ എന്ന് പറയുന്നത്. കാരണം ആരോടും സംസാരിക്കാതെ നമ്മൾ പരമാവധി മറ്റുള്ളവരുടെ ലൈഫ് കാണുന്നു, ഡാൻസ് കാണുന്നു, പാട്ട് കാണുന്നു, അതിലിങ്ങനെ നമ്മൾ എൻഗേജ്ഡ് ആയിട്ടിരിക്കും അല്ലേ. അപ്പോൾ അതായിരിക്കും നമ്മുടെ ഏറ്റവും കംഫർട്ട് സോൺ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും ഫോൺ അഡിക്ഷൻ കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഒരുപോലെ ബാധിക്കപ്പെടുന്നത്. എങ്ങനെയാണ് ഫോൺ അഡിക്ഷൻ മാറ്റേണ്ടത് എന്ന് പറയാം. ഫോൺ അഡിക്ഷൻ മാറ്റണമെങ്കിൽ ആദ്യം തന്നെ നമ്മുടെ മനസ്സിലൊരു തിരിച്ചറിവ് ഉണ്ടാവണം. നമ്മുടെ ലൈഫ് നശിപ്പിക്കുന്ന, നമ്മുടെ സമയം കൊല്ലുന്ന, നമ്മളെ വെറും സീറോയാക്കി ഒന്നും ചെയ്യാൻ കഴിയാത്ത കളിപ്പാവയാക്കുന്ന ഒരു ഉപകരണം മാത്രമാണ് ഫോൺ. ഫോൺ ഇല്ലാതെയും ഒരു മനുഷ്യന് ജീവിക്കാം. നമ്മൾ ജനിച്ചപ്പോഴേ ഫോണൊന്നും കണ്ടുകൊണ്ടല്ലല്ലോ ജീവിച്ചത്. ഫോൺ നമുക്ക് കയ്യിൽ കിട്ടിയിട്ട് ഇപ്പോൾ 10-15 വർഷമായിട്ടുള്ളൂ. അതിന് മുമ്പ് നമ്മൾ ജീവിച്ചിരുന്നില്ലേ. അപ്പോൾ ഫോൺ ഒരിക്കലും ഒരു അത്യാവശ്യ ഉപകരണമൊന്നുമല്ല. പക്ഷെ ഒരു എമർജൻസി സമയത്തോ എന്തെങ്കിലും അത്യാവശ്യമുള്ള വിളിക്കണമെങ്കിലോ അങ്ങനത്തെ കാര്യങ്ങൾക്ക് മാത്രമേ ഫോൺ ആവശ്യമുള്ളൂ. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ പരമാവധി കീപാഡുള്ള ഫോൺ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ആൻഡ്രോയിഡ് ഫോണോ അല്ലെങ്കിൽ ആപ്പിൾ ഫോണോ ഒക്കെ മാറ്റിയിട്ട് സാധാ ഫോൺ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഞാൻ ആദ്യം ചെയ്തത് ഫോണിൽ നിന്നും ആവശ്യമില്ലാത്ത ആപ്പുകൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അതിൽ പ്രധാനമായിട്ടും ഫേസ്ബുക്കും അതേപോലെ ഇൻസ്റ്റാഗ്രാമുമാണ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത്. അക്കൗണ്ട് ഡിലീറ്റ് ചെയ്തിട്ടില്ല, അൺഇൻസ്റ്റാൾ ചെയ്ത് കളയും. നമുക്ക് പരീക്ഷ എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ നമുക്ക് ഇടയ്ക്ക് എന്തെങ്കിലും ആവശ്യത്തിന് കയറണം എന്നുണ്ടെങ്കിൽ, അത് പരീക്ഷ കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് കയറണം എന്നുണ്ടെങ്കിൽ അന്നേരം ഇൻസ്റ്റാൾ ചെയ്യും, കുറച്ച് സമയം യൂസ് ചെയ്യും, പിന്നെയാണ് ഇൻസ്റ്റാൾ ചെയ്ത് കളയും. ആ രീതിയിലാണ് ഇപ്പോൾ ഫോളോ ചെയ്ത് പോകുന്നത്. നിങ്ങളൊരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിക്കുകയാണെങ്കിൽ ഒരു ദയയും കാണിക്കരുത്. നിങ്ങൾക്ക് യാതൊരു പ്രയോജനവും ഇല്ലാത്ത 2 ആപ്പുകളാണിത്. അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക. അതേപോലെ ഗെയിം നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം കളയുക. ഫോൺ എടുക്കുക. ഫോണിൻ്റെ സ്ക്രീനിൽ ഏതൊക്കെയാണ് നിങ്ങൾക്ക് യൂസ്ഫുൾ അല്ലാത്ത ആപ്പുകളെന്ന് വെച്ചാൽ അതെല്ലാം തന്നെ ഡിലീറ്റ് ചെയ്ത് കളയുക. നമ്മളെ നശിപ്പിക്കുന്ന, നമ്മുടെ സമയം കളയുന്ന മറ്റൊരു പ്രധാന ആപ്പാണ് വാട്സപ്പ് എന്ന് പറയുന്നത് അല്ലേ. ചുമ്മാ ആവശ്യമില്ലെങ്കിലും നമ്മൾ വെറുതെ മിനിറ്റിന് വാട്സപ്പ് ഓണാക്കി നോക്കും. ചിലപ്പോൾ ഗ്രൂപ്പിലെ ചാറ്റ് അല്ലെങ്കിൽ പേഴ്സണൽ ചാറ്റ് ഇതിലൊക്കെ നോക്കി നമ്മുടെ സമയം പോകും. ഒന്നുമില്ലെങ്കിൽ ആരുടെന്തെങ്കിലും നമ്മൾ ഫൈറ്റ് ചെയ്തെങ്കിലും നമ്മുടെ സമയം പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ വാട്സപ്പ് നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക, ഇല്ലെങ്കിൽ അത് മ്യൂട്ട് ചെയ്തിടുക. അല്ലെ എല്ലാ നോട്ടിഫിക്കേഷൻസും മ്യൂട്ട് ചെയ്തിടുക. ഗ്രൂപ്പുകളുണ്ടെങ്കിൽ ഗ്രൂപ്പുകളെല്ലാം ലോക്ക് ചെയ്തിടുക. അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് മ്യൂട്ട് ചെയ്ത്, അതായത് നമ്മളൊരു മെസ്സേജ് വരുന്നത് നമ്മൾ അറിയരുത്. മെസ്സേജ് വരുമ്പോഴാണ്, ഒരു മെസ്സേജ് വരുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ സൗണ്ട് കേൾക്കുമ്പോഴാണ് നമ്മളത് ഓപ്പൺ ചെയ്ത് പിന്നെ അങ്ങനെ അങ്ങ് പോകും. അതുകൊണ്ട് തന്നെ നോട്ടിഫിക്കേഷൻ എല്ലാം ഓഫാക്കി ഇടുക. അതേപോലെ മെയിൻ സ്ക്രീനിൽ ഒരിക്കലും വാട്സപ്പ് ഇട്ടേക്കരുത്. നമ്മൾ ചെറിയ ഫോൾഡർ ഉണ്ടാക്കി അകത്തൊക്കെ ഇട്ടേക്കുക. അതാകുമ്പോൾ നമ്മൾ പെട്ടെന്ന് ടച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വാട്സപ്പ് കയ്യിൽ കിട്ടത്തില്ല. കുറേ ഇങ്ങനെ ഫോൾഡറൊക്കെ തുറന്ന് വരുമ്പോഴായിരിക്കും വാട്സപ്പ് കിട്ടുന്നത്. അപ്പോൾ അത്രയും സമയം നമ്മൾ ചിലപ്പോൾ മെനക്കെട്ടില്ല എന്ന് വരും. പെട്ടെന്ന് കിട്ടുവാണെങ്കിൽ നമ്മൾ എപ്പോഴും ഇത് ഓപ്പൺ ആയിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ അത് പരമാവധി ഒളിപ്പിച്ച് വയ്ക്കുക, ഇല്ലെങ്കിൽ അത് ഡിലീറ്റ് ചെയ്ത് കളയുക. മറ്റൊരു ശീലം, പരമാവധി സൈലൻ്റ് ആക്കി വയ്ക്കുക ഫോൺ.
നിങ്ങളൊരു അത്യാവശ്യം പുറത്ത് പോകുമ്പോഴോ അങ്ങനെയുള്ള സമയത്ത് മാത്രം ഫോൺ സൈലൻ്റ് അല്ലാതാക്കാം. അല്ലാത്ത സമയത്തെല്ലാം വീട്ടിലിരിക്കുന്ന സമയത്തും പഠിക്കുന്ന സമയത്തും എല്ലാം സൈലൻ്റ് ആക്കി വയ്ക്കുക. കാരണം ഫോണിൽ എന്തെങ്കിലുമൊക്കെ സൗണ്ടും നോട്ടിഫിക്കേഷനും ഒക്കെ വരുമ്പോൾ നമ്മുടെ ശ്രദ്ധ ഫോണിലേക്ക് പോകും. സൈലൻ്റ് ആക്കി എവിടെയെങ്കിലും ഇട്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ ചിലപ്പോൾ ഫോണിനെ ഒന്ന് മറന്നു പോയെന്നിരിക്കും. മറ്റൊരു കാര്യം ചെയ്തത്, നമുക്ക് ഫോണിൽ സ്ക്രീൻ ടൈം അറിയാൻ പറ്റും. അതിനുള്ള ആപ്പുകളും കിട്ടും. അപ്പോൾ ആ സ്ക്രീൻ ടൈം ഓൺ ആക്കി ഇട്ട് കഴിഞ്ഞാൽ ഒരു ദിവസം നമ്മൾ എത്ര മണിക്കൂർ ഫോണിൽ യൂസ് ചെയ്തതെന്ന് നമുക്ക് വൈകുന്നേരം അറിയാൻ പറ്റും. ചിലപ്പോൾ അതൊക്കെ 5-6 മണിക്കൂറൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഡേ എന്ത് ചെയ്യണം? ഇപ്പോൾ ഇന്ന് 6 മണിക്കൂറാണ് നമ്മുടെ സ്ക്രീൻ ടൈം, അതായത് 6 മണിക്കൂർ നമ്മൾ ഫോൺ യൂസ് ചെയ്തിട്ടുണ്ട് ടോട്ടൽ. അങ്ങനെയാണെങ്കിൽ നാളെ നമ്മളത് 5 മണിക്കൂറാക്കുമെന്ന് തീരുമാനിക്കുക. അപ്പോൾ നാളെ കുറച്ചും കൂടെ സമയം നമ്മൾ കുറയ്ക്കും. നെക്സ്റ്റ് ഡേ നമ്മളത് 4 മണിക്കൂറാക്കി കുറയ്ക്കും. അങ്ങനെ നമുക്ക് ഒരു ദിവസം ഡെയിലി 2 മണിക്കൂറിൽ കൂടുതലൊന്നും ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് വരും. ദിവസം നമ്മൾ കുറച്ചുകൊണ്ട് വരും. മറ്റൊരു കാര്യം ചെയ്യാൻ പറ്റുന്നത്, ഈ ഫോണിൻ്റെ സ്ക്രീനിൽ നോക്കുമ്പോൾ നമുക്കൊരു വെറുപ്പ് കൊണ്ടുവരിക. അതായത് നമുക്ക് ചിലപ്പോൾ ചില ഫുഡുകൾ, ചില സ്മെല്ലുകളൊക്കെ നമുക്ക് പിടിക്കില്ലല്ലോ. അതേപോലെ സ്ക്രീനിലേക്ക് നോക്കുമ്പോൾ വൊമിറ്റ് ചെയ്യാൻ, അത് കമ്പ്യൂട്ടറൊന്നും പാടില്ല കേട്ടോ. കാരണം കമ്പ്യൂട്ടറൊക്കെ നമുക്ക് ചിലപ്പോൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ആവശ്യമായിട്ട് വരും. ഫോണിൻ്റെ കാര്യത്തിൽ മാത്രം സ്ക്രീനിലേക്ക് നോക്കുമ്പോൾ വൊമിറ്റ് ചെയ്യാൻ തോന്നുന്നുണ്ടോ, അങ്ങനെയുള്ള ഒരു മൈൻഡ് സെറ്റ് കൊണ്ടുവരിക. അപ്പോൾ നമുക്ക് ഫോൺ നോക്കുമ്പോൾ തലവേദന എടുക്കുന്നു അല്ലെങ്കിൽ വൊമിറ്റ് ചെയ്യാൻ വരുന്നു എന്നുള്ള രീതിയിലേക്ക് വന്നാൽ നമുക്കൊരു വെറുപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പതിയെ ഫോൺ യൂസ് കുറയ്ക്കുന്നതാണ്. ഇൻസ്റ്റയും ഫേസ്ബുക്കൊക്കെ കളഞ്ഞാലും നമ്മളെ കൂടുതൽ അഡിക്ഷൻ തരുന്ന മറ്റൊരു ആപ്പാണ് യൂട്യൂബ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ യൂട്യൂബ് ആപ്പ് ഫോണുണ്ടെങ്കിൽ അതും അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക. നിങ്ങൾക്ക് പഠിക്കുന്ന കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ നോക്കാനുണ്ടെങ്കിൽ അത് ഗൂഗിളിൻ്റെ സൈറ്റിൽ കയറിയിട്ട് എന്നിട്ട് യൂട്യൂബിൽ നിന്ന് ടൈപ്പ് ചെയ്ത് അങ്ങനെ ലോഗിൻ ചെയ്ത് പോകുക. അതപ്പോൾ കുറേ സമയം എടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ അധികം പെട്ടെന്ന് യൂട്യൂബ് ക്ലിക്ക് ചെയ്യില്ല. നേരത്തെ ഇൻസ്റ്റാഗ്രാം മാത്രമേ ഉള്ളായിരുന്നു ശല്യം. ഇപ്പോൾ എന്ന് വെച്ചാൽ എല്ലാ റീൽസും യൂട്യൂബിലും വരുന്നുണ്ട്. അത് നമ്മൾ റീൽസ് എല്ലാം കണ്ടുകൊണ്ടേയിരിക്കും. സോ യൂട്യൂബ് മാക്സിമം ഡിലീറ്റ് ചെയ്ത് കളയുക. എന്നിട്ട് നിങ്ങൾക്ക് അത്യാവശ്യമുള്ള സമയത്ത് ഗൂഗിളിൽ കയറിയിട്ട് ലോഗിൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ സ്ക്രീൻ ടൈം സെറ്റ് ചെയ്തിടുക എന്ന്. അത് നിങ്ങൾക്ക് വേറെ ആൾക്ക് ഷെയർ ചെയ്യാം. ഇപ്പോൾ വീട്ടിലെ അമ്മമാരുടെ അടുത്തോ ഷെയർ ചെയ്യാം. ഞാൻ അമ്മ ഇന്ന് ഇത്രയും സമയം യൂസ് ചെയ്യത്തുള്ളൂ എന്നൊരു ബെറ്റ് വയ്ക്കാം. അപ്പോൾ ഇന്ന് നിങ്ങളൊരു 5 മണിക്കൂറാണ് യൂസ് ചെയ്തത്. അപ്പോൾ നാളെ നിങ്ങൾക്ക് പറയാം അമ്മ ഞാൻ ഇന്ന് 4 മണിക്കൂറേ യൂസ് ചെയ്യത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ മറ്റൊരാൾക്ക് പറയുമ്പോൾ നിങ്ങൾ അതൊരു ബെറ്റ് വെച്ച പോലെ ആകും. അപ്പോൾ നിങ്ങളത് ഡെയിലി അത് കുറച്ചുകൊണ്ട് വരാനായിട്ട് സാധിക്കുന്നതാണ്. ഇതിലെല്ലാം ഉപരി നമുക്ക് വേണ്ടത് തിരിച്ചറിവാണ്. നമ്മുടെ ലൈഫിനെ നശിപ്പിക്കുന്ന ഒരാളെയും ഒരു ഉപകരണത്തെയും നമ്മുടെ ലൈഫിൽ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. അവരിൽ നിന്ന് നമ്മൾ വല്ലതും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് വെറുതെയാണ്. നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ മാത്രമാണ്. ഒരാളും നമ്മളെ രക്ഷിക്കാൻ വരില്ല. പഠിക്കേണ്ട സമയത്ത് പഠിക്കുക, ജീവിക്കുക. അല്ലാതെ അതിനപ്പുറം ആരും നിങ്ങളുടെ അവസ്ഥ കണ്ടിട്ട് നിങ്ങളെ വന്ന് സഹായിക്കാനോ ജോലി വാങ്ങിച്ചു തരാനോ ഒന്നും ഉണ്ടാവുകയില്ല. യൂട്യൂബിലും ഇൻസ്റ്റയിലും ഒക്കെ മണിക്കൂറുകളോളം റീൽസ് കാണുന്നവരാണെങ്കിൽ ഒരു കാര്യം ഓർക്കുക, ആ റീൽസ് കാണുമ്പോൾ അത് ക്രിയേറ്റ് ചെയ്ത ആൾക്കാർക്ക് മാത്രമേ ഗുണം ഉണ്ടാവുള്ളൂ. ഞാൻ ഉൾപ്പെടെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് തന്നെ എന്താണ്, നമ്മൾ ചാരിറ്റിക്ക് വേണ്ടിയിട്ടല്ലല്ലോ, അത് നമുക്ക് പൈസ കിട്ടുന്നത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങളുടെ സമയം കൊല്ലുന്ന എന്ത് കാര്യങ്ങളാണെങ്കിലും സോഷ്യൽ മീഡിയാസിലെല്ലാം തന്നെ അത് അവരുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ്, അല്ല നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ല. അത് മനസ്സിലാക്കി എപ്പോൾ ഫോൺ ഓവർ യൂസ് ചെയ്യുന്നോ ആ ഒരു ബോധം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. നിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ആരൊക്കെയോ ചെയ്ത് വിടുന്ന റീൽസുകളാണെന്നുള്ള ഒരു ബോധ്യം മനസ്സിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്കത് പിന്നീട് ഉപയോഗിക്കാൻ തോന്നില്ല.